നമസ്കാരം. നിങ്ങളുടെ വീടുകളിൽ ഇനി വരാൻ പോകുന്ന ജൂലൈ മാസങ്ങളിൽ സർക്കാർ ഉദ്യോഗസ്ഥർ എത്തും. എന്തിനാണെന്നല്ലേ? രാജ്യത്ത് നടപ്പിലാക്കാൻ പോകുന്ന ഏറ്റവും പുതിയ സെൻസസിന്റെ ഭാഗമായിട്ടാണ് അവർ വിവരങ്ങൾ ശേഖരിക്കാൻ നിങ്ങളുടെ വീടുകളിൽ എത്തുന്നത്. കേരളത്തിൽ ജൂലൈ 1 മുതൽ ജൂലൈ 30 വരെയാണ് വീടുകൾ തോറും വന്ന് ആദ്യഘട്ടമായ വിവരങ്ങൾ ശേഖരിക്കുന്നത്, ഹൗസ് ലിസ്റ്റിംഗ് ആരംഭിക്കാൻ പോകുന്നത്. ഈ സെൻസസ് നടപടികളോട് ജനങ്ങൾ പൂർണ്ണമായിട്ടും സഹകരിക്കണമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ 1948 സെൻസസ് ആക്ട് പ്രകാരം നിയമ നടപടികൾ നേരിടേണ്ടി വരും. നമ്മളിൽ പലർക്കും തോന്നിയേക്കാം, എന്തിനാണ് ഈ ഒരു സെൻസസ് എന്ന്? സർക്കാർ എന്തിനാണ് നമ്മളുടെ വീടുകൾ തോറും വന്ന് നമ്മളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതെന്ന് നമ്മളിൽ പലർക്കും നമുക്ക് തോന്നിയേക്കാം. എന്തിനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സർക്കാർ ഈ ഒരു ശേഖരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ നാട്ടിലുള്ള പാലങ്ങൾ, അതുപോലെ തന്നെ റോഡുകൾ, സർക്കാർ ആശുപത്രികൾ ഇവയൊക്കെ നമുക്ക് അനുവദിച്ചു തരുന്നത്. അതുപോലെ തന്നെ പാവപ്പെട്ടവർക്കുള്ള ഭവന നിർമ്മാണ പദ്ധതി, അതുപോലെ തന്നെ റേഷൻ കാർഡുകൾ, ക്ഷേമ പദ്ധതികൾ, ഇവയെല്ലാം നമ്മളുടെ ഈ മേടിക്കുന്ന വിവരശേഖരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ നമുക്ക് ചെയ്തു തരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സെൻസസിനോട് പൂർണ്ണമായിട്ട് സഹകരിക്കുകയാണ് ചെയ്യേണ്ടത്. അത് നമ്മളുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയാണെന്നുള്ള കാര്യം നമ്മളെല്ലാവരും ഓർക്കുക. ഇത്തവണത്തെ സെൻസസിന് ഒരു പ്രത്യേകതയുണ്ട്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പൂർണ്ണമായിട്ടും ഡിജിറ്റലായിട്ടുള്ള ഒരു സെൻസസ് നടക്കാൻ പോകുന്നത്. ജൂൺ 16 മുതൽ ജൂൺ 30 വരെ ജനങ്ങൾക്ക് സ്വന്തമായിട്ട് സെൽഫ് എന്യൂമറേഷൻ ഫോം ഫിൽ ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യവും സർക്കാർ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. ഓൺലൈനായിട്ട് സെൻസസ് വിവരങ്ങൾ നൽകാനായിട്ട് സർക്കാർ നൽകിയിട്ടുള്ള വെബ്സൈറ്റ് ആയിട്ടുള്ള sc.census.gov.in എന്ന് പറയുന്ന സൈറ്റ് വഴി നിങ്ങൾക്ക് ഈ ഒരു ഫോം ഫിൽ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുന്നവർക്ക് ഇതിൻ്റെ ലിങ്ക് ഞാൻ അയച്ചു തരുന്നതായിരിക്കും. ഈ ഒരു സൈറ്റിൽ നിങ്ങൾ മൊബൈൽ നമ്പർ കൊടുത്ത് OTPയും കൊടുത്ത് ലോഗിൻ ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ ലൊക്കേഷൻ മാപ്പിൽ സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പേരും നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പേരും നിങ്ങളുടെ വീട്ടിലെ മറ്റ് വിവരങ്ങളും കൊടുത്ത് നിങ്ങൾ ഈ ഫോം ഫിൽ ചെയ്യുക. ഫോം ഫിൽ ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും അവസാനം നിങ്ങൾക്കൊരു സെൽഫ് എന്യൂമറേഷൻ ID നിങ്ങൾക്ക് ലഭിക്കും. ആ നമ്പർ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചാൽ മതി. അത് സെൻസസിന് ആൾക്കാർ വരുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുത്താൽ മതി. ഓൺലൈൻ വഴി ഈ ഫോമുകളൊക്കെ ഫിൽ ചെയ്ത് കൊടുക്കാൻ നമ്മുടെ നാട്ടിലുള്ള ഭൂരിഭാഗം ജനങ്ങൾക്കും വലിയ മടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുക നമ്മുടെ വീടുകൾ തോറും വന്ന് എടുക്കുന്ന സെൻസസ് ആണ്. ഉദ്യോഗസ്ഥർ നമ്മുടെ വീടുകളിൽ വന്ന് നമ്മളോട് നേരിട്ട് വിവരങ്ങൾ ചോദിച്ച് അവർ വിവരങ്ങൾ രേഖപ്പെടുത്തി പൊക്കോളും. ഈ ഒരു സൗകര്യം, ഇപ്പോൾ ഓൺലൈൻ വഴിയുള്ള സൗകര്യം നമ്മളുടെ പലർക്കും, വിദേശത്തുള്ളവർക്ക്, അതുപോലെ തന്നെ നാട്ടിലെ വീട് പൂട്ടിക്കിടക്കുന്നവർ, അതുപോലെ തന്നെ ജോലിക്കൊക്കെ പോകുന്നവർ, ഇവർക്കൊക്കെയാണ് ഏറ്റവും സൗകര്യം ഓൺലൈൻ വഴി ഇത് ചെയ്തു കൊടുക്കുക. അല്ലെങ്കിൽ ഈ സെൻസസിന് അവർ വീടുകളിൽ വരുമ്പോൾ വീട്ടിൽ ആളില്ലാത്തൊരു അവസ്ഥ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഓൺലൈൻ വഴി സ്വന്തമായിട്ട് സെൽഫ് എന്യൂമറേഷൻ ഫോം ഫിൽ ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. ഇനി ഓൺലൈൻ വഴി വിവരങ്ങൾ കൊടുക്കാത്ത ആൾക്കാർ, നമ്മളുടെ സർക്കാർ ഉദ്യോഗസ്ഥർ വീടുകൾ തോറും വരുമ്പോൾ അവർ എന്ത് വിവരങ്ങളാണ് നമ്മളോട് ചോദിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് വിവരങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടതെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. സെൻസസ് വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥർ നിങ്ങളുടെ വീടുകളിലെത്തുമ്പോൾ ഗൃഹനാഥൻ്റെ പേര്, ജനനത്തീയതി, വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ജോലി, വീട്ടിലെ കുടിവെള്ള സൗകര്യം, അതുപോലെ തന്നെ ശുചിമുറി സൗകര്യം, അതുപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, മൊബൈൽ ഫോണ്, TV തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങളാണ് നിങ്ങളോട് അവർ ചോദിച്ച് മനസ്സിലാക്കുന്നത്. ഇപ്രാവശ്യം നമുക്കൊരു പ്രത്യേകതയുണ്ട്. അവർ പേപ്പറിലല്ല വിവരങ്ങൾ ശേഖരിക്കുന്നത്, പകരം മൊബൈൽ ആപ്പിലൂടെയാണ് നമ്മളുടെ വിവരങ്ങൾ ശേഖരിച്ച് അവർ രേഖപ്പെടുത്തുന്നത്. നമ്മൾ ഇതിന് കൃത്യമായ മറുപടി നൽകാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതുപോലെ തന്നെ നമ്മൾ തെറ്റായ വിവരങ്ങൾ നൽകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. സെൻസസ് വിവരങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മളുടെ വാഗൊണ്ട് പറയുന്ന കാര്യങ്ങളാണ് അവർ രേഖപ്പെടുത്തുന്നത്. അതിനുവേണ്ടി മറ്റ് തിരിച്ചറിയൽ കാർഡുകളോ രേഖകളോ ഒന്നും തന്നെ നമ്മൾ സമർപ്പിക്കേണ്ട കാര്യമില്ല. നമ്മൾ കൊടുക്കുന്ന വിവരങ്ങൾ പൂർണ്ണമായിട്ടും സുരക്ഷിതമായിരിക്കുമെന്നാണ് സർക്കാർ ഉറപ്പ് നൽകുന്നത്. അതുപോലെ തന്നെ ഈ നൽകുന്ന വിവരങ്ങൾ സർക്കാർ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയില്ല എന്നുള്ള ഉറപ്പും നൽകുന്നുണ്ട്. അതുകൊണ്ട് ആരും പേടിക്കേണ്ട കാര്യമില്ല. സെൻസസ് വിവരങ്ങൾ പൂർണ്ണമായിട്ടും സുരക്ഷിതമായിരിക്കും. ഇനി സെൻസസിന് വേണ്ടി നമ്മുടെ വീടുകളിലെത്തുന്ന ഉദ്യോഗസ്ഥൻ്റെ വിവരങ്ങൾ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാൻ പറ്റും. അത് ശരിയായ സെൻസസ് ഉദ്യോഗസ്ഥനാണോ ഇല്ലയോ എന്നുള്ളത്. സർക്കാരിൻ്റെ ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡ് അദ്ദേഹത്തിൻ്റെ കൈവശം കാണും. അത് നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാനുള്ള പൂർണ്ണ അവകാശം നിങ്ങൾക്കുണ്ട്.
അപ്പോൾ ഈ വരുന്ന ജൂൺ 30-ന് മുമ്പ് ഓൺലൈനായിട്ട് ഇനുമറേഷൻ ഫോം ഫിൽ ചെയ്ത് കൊടുക്കാൻ താല്പര്യമുള്ളവർ ചെയ്തു കൊടുക്കുക. ഈ ഒരു സൗകര്യം പ്രയോജനപ്പെടുത്തുക. ഇനി അതല്ല, ഇനി വീടുകൾ തോറും നിങ്ങളുടെ സെൻസസ് ഉദ്യോഗസ്ഥർ വരുമ്പോഴാണെങ്കിലും കൃത്യമായ വിവരങ്ങൾ കൊടുത്ത് സെൻസസിനോട് നിങ്ങൾ സഹകരിക്കുക. മിക്കവർക്കും കൃത്യമായ ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങളിലേക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും, അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരേക്കും ബൈ.